അല്ലെങ്കിലും ഇതൊക്കെ വേലായുധം കേക്കണം. എന്റെ ഈ കഷ്ടപ്പാട് കാണാൻ ഇവിടെ ആർക്കും കണ്ണില്ലല്ലോ. പറയുന്നത് കേട്ട് തോന്നും ഈ ലോകത്ത് വേറെ ആരും കഷ്ടപ്പെടില്ലെന്ന്. ഓരോരുത്തരും ചോര നിലക്കൊണ്ട് തന്നെയാ അവരുടെ കുടുംബം പോറ്റുന്നത്. അല്ലെ ഒരേ നമ്പരെ വായിക്കൊണ്ട് തരത്തൊന്നുമില്ല. പെൺകുട്ടികൾ 3 എണ്ണ വളർന്നു വരുന്നത്, അത് മറക്കണ്ട. അതും ഒടേ തമ്പുരാൻ തന്നതാണെന്ന് നീയും മറക്കണ്ട. അതേത് മനക്കൽ തമ്പുരാനാ മാമ? നീങ്ങി വരിക. ഓ, ഒന്നൂടെ പറയ്. അല്ല, ഇവിടത്തെ ഈ 3 പെമ്മക്കാൽ തന്ന തമ്പുരാനുണ്ടല്ലോ, അതേത് മനക്കലയാ? ഇപ്പൊ മനസ്സിലായോ? അതും ഈ തമ്പുരാൻ തന്നെയാ. വേലായുധം തമ്പുരാൻ പോയിരുന്ന് പറത്തണോ പോത്തെ. അമ്മേ ഞങ്ങൾ പോവാ. പോട്ടെ അമ്മേ. ശ്രീദേവി, ദാ നിന്റെ കൂട്ടുകാരിൽ വന്നിരിക്കുന്നു. ദാ വരുന്നമ്മേ. എടേ, ട്യൂഷൻ ക്ലാസ്സിലേക്കാണെന്നും പറഞ്ഞ കണ്ട ഊടുവഴിയിലും പറങ്കാവിന്റെ ചോട്ടിൽ നിന്ന് തിരിഞ്ഞു കളിച്ചു എന്നറിഞ്ഞാ നിന്റെ മുട്ടും കാലി ഞാൻ തല്ലി ഓടിക്കും. അതൊക്കെ ഓരോരുത്തർ വെറുതെ പറയണതാണമ്മേ. നാട്ടുകാർക്കാൻ തടി പ്രാന്തോ? അവള് 4 ലക്ഷം പഠിക്കുന്ന ആർക്കും കണ്ടുകൂടാ. അത് തന്നെ കാര്യം. എന്റെ മോള് പോയിക്കോ. എന്താടി ഇത്ര മധുരം? നിന്റെ തന്ത കൊണ്ട് തരുന്നുണ്ടോ പഞ്ചാര? അയ്യോ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? കുഴി കിടക്കുന്ന എന്റെ തന്ത ഇന്നലെ വിരുന്ന് വന്നായിരുന്നു. അപ്പൊ കൊണ്ട് തന്ന അരക്കിലെ പഞ്ചാര തീരുമാനം പറയാൻ വേണ്ടി നിങ്ങളെ അങ്ങോട്ട് അയക്കാനും പറഞ്ഞു. പോത്തെ, തൊട്ടതിനും പിടിച്ചതിനും ധാരാളിത്തം കാണിക്കണം. നീ ഒന്നും മനസ്സിലാക്കണം. ഇവിടെ അടുപ്പ് പുകയണേൽ ഞാൻ തന്നെ വേണം. ആ കുഞ്ഞുണ്ണി നേർക്ക് മുതൽ 4 മാസത്തെ പലിശ അടക്കം ഉറുപ്പിക 6800 കൊടുക്കണം. ആ ഒരു വിചാരം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോടി വെള്ളാനെ? എന്ന് വെച്ചിങ്ങനെ പിശുക്കിട്ട് എന്താ കാര്യം? കാപ്പിൽ അല്പം പഞ്ചാര കൂടി അതിന് ബഹളം, കറിയിൽ അല്പം ഇത്തിരി അരിയും പുളിയും കൂടി അതിനും ബഹളം. വെറുതെ നാട്ടുകാരൻ അരക്കവേലൊന്ന് വിളിക്കുന്നത്. നാട്ടുകാരല്ലടി, ഇവിടുത്തെ പ്രമാണി നിന്റെ പുന്നാര മോൻ. അവനെ എന്നെ അങ്ങനെ വിളിക്കുന്നു. അതങ്ങനെ തള്ളമോന് വളം വെച്ചു കൊടുക്കല്ലേ. വിത്ത് ആരാന്റെ ആയാലും വളർത്തി വലുതാക്കിയാൽ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചു. എവിടെ കാക്കക്കൂട്ടിലെ കുയിലായിപ്പോയി. കുയിലിന്റെ മണിനാദം കേട്ടു. നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ല. പേടിപ്പിച്ചൊന്നുമല്ല, നാട്ടുകാരുടെ തല്ലുകൊണ്ടിരിക്കാൻ ചെയ്ത വാങ്ങട്. ഈശ്വര, കുളി തുടങ്ങണേ ഉള്ളൂ. നീ തല്ലുകൊണ്ട് ചാവും. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്ന് മൂത്രമൊഴിക്കായിരുന്നു അല്ലേ? ആ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് കണ്ടാലേ ഇനി മേലെ നിനക്ക് മൂത്രം ഒഴിക്കേണ്ടി വരില്ല. ചിരിക്കണ്ട, ഒരു കോലം കണ്ടാ മതി. ഇതിനെന്താ കുഴപ്പം? വെറുതെ അല്ല നാട്ടുകാർ നിന്നെ പച്ചോന്തെന്ന് വിളിക്കണ. വിളിക്കട്ടാ, വിളിച്ച് പഠിക്കട്ടെ. പച്ചോന്തേ ഇതൊക്കെ ഇട്ട് പൊന്തയിലിരുന്ന് ആരും കാണണമെന്ന് നിന്റെ വിചാരം? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ണിപ്പെടില്ല. അതുകൊണ്ടല്ലേ പച്ചയിട്ട് ഇറങ്ങിയത്. ഇടാ മണക്കൂ, ഈ സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ നിനക്കറിയാമോ? എനിക്കൊന്നും കേക്കണ്ട. ആ, നീ അതേ പറയൂ. ഇടാ, ഇതിനൊക്കെ വിവരം വേണം. നീ അതിന്റെ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അത്രയൊക്കെ മതി, ജീവിച്ചാ പോരെ. മതി. ഈ ലോകത്ത് വേറെ ഒന്നും നീ അറിയണ്ട. അറിഞ്ഞാ വിവരമുള്ളവനായി പോവില്ലേ? വിവരം കൂടിയിട്ടാണ് ഇതുപോലൊക്കെ ചെയ്യണത്. അയ്യോ, ഇന്നാളെ അമ്പലക്കുളത്ത് വെച്ച് അടി കിട്ടിയത് ഇത്ര പെട്ടെന്ന് പറഞ്ഞു നീ. ആ, അതിപ്പോ അടിയാണോ? അതൊരു ഒന്നും തള്ളുവല്ലേ. അങ്ങോട്ട് പോയി കേട്ടുവാ. ഒരു രസമല്ലടാ. എടാ, സത്യം പറയട്ടെ, ഇതുപോലെ മനസ്സിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച ഈ ലോകത്ത് വേറെ എന്തുണ്ട്? അടി കണ്ണിന് കിട്ടിയാ ഈ കാഴ്ചയും പോവും. അങ്ങനെയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ഒരു പുക എടുക്കണ വേണ്ട. എടാ, ആണുങ്ങളായതൊക്കെ വലിച്ച് ശീലിക്കണം. രാവിലെ 3 നേരം കൂടി അങ്ങോട്ടാ. പെൺകുട്ടികൾക്കൊക്കെ തീരെ ബഹുമാനം ഇല്ലാതായി. എങ്ങനെ ഉണ്ടാവാനാ? ദിവസം 5 നേരം TV സീരിയലല്ലേ തിന്നണത്? അല്ല കാണുന്നത്. എന്താ അടുത്ത പരിപാടി? എന്ത് പരിപാടി? പിന്നെ ഈ സിമന്റ് ചട്ടുകവും തേപ്പുകളൊക്കെ ഇട്ടി പൊക്കണ എന്തിനാ വെറുതെ ഏറ്റി കിടക്കണ? അയ്യോ, ഇന്ന് എനിക്ക് പണിയുണ്ട്. അക്കാര്യം ഞാൻ മറന്നുപോയി. മേസ്ത്രിയോടെ കാത്തിരിക്കാം. അപ്പൊ വൈകുന്നേരം കാണാം. ഓക്കെ. ആ മണക്ക് വന്ന കാരണം കുളിയും കാണാൻ പറ്റില്ല. മേസ്ത്രിയുടെ തെറിയും കേൾക്കേണ്ടി വരും. ഹലോ, ചിരിക്കണ്ട ചിരിക്കണ്ട. എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്റെ വീട്ടിൽ വന്ന എന്താ പ്രശ്നം? വന്നാലേ എന്റെ അച്ഛൻ ഈ നസ്രാണി ചെറുക്കന്റെ മൂക്ക് മുറിക്കും. അല്ലെങ്കിൽ തന്നെ ചെറിയൊരു സംശയമുണ്ട് വീട്ടില്. നമ്മുടെ കാര്യം അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാ തോന്നണ. എന്തായാലും ഇതൊക്കെ ഒരു ദിവസം എല്ലാവരും അറിയാൻ പോണതല്ലേ? ഈശ്വര, ഓർക്കും ഭാഗം പേടിയാവാ എനിക്ക്. ഒരു പേടിയും വേണ്ട. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ ഭൂമി അങ്ങോട്ട് കുലുങ്ങിയാലും ശരി, ഈ പപ്പടത്തിനെ ഞാൻ കൊണ്ടുപോകും. എങ്ങോട്ടാ? അങ്ങ് ബെത്ലഹേമിലേക്ക്. എന്റെ വീട്ടുകാരറിഞ്ഞാലേ 2 പേരും പിടിച്ച് കുരിശി തറക്കാൻ ഞാൻ മതി. കുട്ടികൾ കാണൂട്ടോ. കണ്ടാലെന്താ? അവർക്ക് തന്നെ അറിയുന്നല്ലേ. അവരല്ല, മറ്റാരെങ്കിലും കണ്ട കുഴപ്പം തന്നെയാ. ഇപ്പോഴും കൂടി എന്റെ അച്ഛൻ പറഞ്ഞ എന്താന്നറിയോ? കണ്ട ഇടവഴിയിലും പറങ്കിമാവിന്റെ ചോട്ടിലും കറങ്ങി നടന്നാ നിന്റെ മുട്ടും കാല് തല്ലി ഓടിക്കുന്നു. അല്ല, നല്ല ചെത്ത് സ്റ്റൈലിൽ ഇങ്ങനെ ദിവസവും രാവിലെ എന്ത് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങണേ? അതിനാണോ ക്ഷാമം?
ഇപ്പൊ എന്റെ പപ്പയുടെയും മമ്മ പപ്പടോ? പപ്പടമല്ല, അത് നിന്റെ വീട്ടിൽ. ഇത് പപ്പ, മൈ ഫാദർ. ഉം. അവരുടെ വിചാരം ഞാൻ വലിയ സത്യക്രിസ്ത്യാനിയാണെന്ന്. ദിവസവും രാവിലെ പള്ളിയിലേക്കാണെന്ന് പറഞ്ഞ ബൈക്ക് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പള്ളിയിൽ കയറിയിട്ട് മാസം എത്രയെന്ന് ഈശോയ്ക്ക് മാത്രം അറിയാം. ദേ ആ പച്ചോന്ത് വരുന്നുണ്ട്. പച്ചോന്തോ? ആ സിമന്റ് പണിക്കാരെ ശങ്കരു കണ്ട പ്രശ്നമാണേ. എന്റെ ഏട്ടന്റെ കൂട്ടാവൻ. ഞാൻ പോണേ. എത്ര നേരെ കാത്തു നിൽക്കണു? വാപ്പോ. അയ്യോ വേലായുധന്റെ എവിടെ? ഇല്ല, പപ്പടം കൊണ്ട് അങ്ങാടി പോയിരിക്ക. എപ്പോഴാവും വരിക? അറിയില്ല, വൈകുന്നേരം ആവുമ്പോഴേ വരണുണ്ടാവുള്ളൂ. കൊറേ പ്രാവശ്യം അതിനെ ഇങ്ങോട്ട് നടത്തിക്കണു. വെറുതെ കളിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞോളൂ. പറഞ്ഞോളാം കുഞ്ഞുണ്ണിയാരെ. അത്യാവശ്യ കാര്യമാണ്, അല്ലെങ്കിൽ തൂങ്ങിച്ചാവേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടേ ഉറുപ്പി 5000 എണ്ണി വാങ്ങിയിട്ട് മാസം 5 ആയി. ഇപ്പൊ അതിന്റെ പലിശയില്ല, മുതലും ഇല്ല. ഇങ്ങനെ ആയാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. പലിശ മറ്റടുത്ത് പലിശ പലിശ പണ്ടാരക്കാലം പേടിപ്പിച്ചിറങ്ങല്ലോ. ഇവ തോൽച്ചിരിക്കാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞാ ഇപ്പൊ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. പൈസ എണ്ണി വാങ്ങിച്ച ശേഷം എപ്പോ അന്വേഷിച്ചു വന്നാലും ആളെ കാണില്ല. വരുമ്പോ പറഞ്ഞോളാം. നേരാമണ്ണം അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. അല്ലെങ്കിൽ കെട്ടിവരും ഞങ്ങൾ അവനോട് കൊണ്ടുപോകും. കൊടുത്ത മുതലും പലിശയുടെ പലിശയും കൃകൃത്യമായിട്ട് എണ്ണിയാ ഞങ്ങൾക്കറിയാം. വാടാ, അങ്ങാടിയിൽ ഒന്ന് നോക്കാം. എന്താ കുഞ്ഞിഞ്ഞാരെ? വേലായുധനെ അന്വേഷിച്ചു വന്നാ. പലിശ തോണ്ടാൻ വന്നാവൂല്ലേ? അതെ അതെ. ഈ പഹയന്റെ അടുത്ത് അല്ലാതെ നിങ്ങക്ക് വേറെ ആരും കണ്ടില്ലേ കായ് കടമാങ്ങ? അനീറ്റിന്റെ കല്യാണാവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ. ആധാരവും കൊടുത്തു. നാട്ടുകാരുടെ കപം തിന്നാൻ നടക്കുന്ന ഹിമാറാവേ കുടിയും പറമ്പും പോവാൻ നോക്കിക്കോളി. അല്ല അന്റെ വേലത് ശരിക്കും ഇവിടില്ലേ? അതാരാ? ശരിക്കും വേലാതെ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സമാനം തരില്ല തെണ്ടികൾ. ഞമ്മളാ? ഹേയ്, പലിശ പലിശ എന്ത്? എനിക്ക് അത്യാവശ്യമായിട്ട് 12 ഇട്ട് പപ്പടം വേണം. എന്താ വിശേഷം? തന്റെ കെട്ടിയോൾ വയസ്സറിയിച്ചോ? ആ പ്രായം ഇപ്പൊ എന്റെ ജാനുനല്ലേ, ഓൾ ഇപ്പോഴും ചെറുപ്പാ. അങ്ങനെയുള്ള വിചാരം വിളിക്ക് ഇല്ലാതില്ലടോ. എന്റെ നെഞ്ചി തീയ. അല്ല കണ്ടത് പറഞ്ഞാനിട്ടാ. ഇജ്ജ് എന്തിനാ വരാതെ ഇങ്ങനെ ഇടങ്ങേറാവുന്നത്? വല്ല കണ്ണിടാക്കിട്ടരം കണ്ടൂടെ? കാശ് വേണ്ടടോ. അതുകൊണ്ട് പിന്നെ ആവാന്ന് കരുതി ഓർഡർ എത്തിക്കാൻ കണക്കാക്കി വെച്ചതാ. രാവിലെ പീടിയിൽ തിരക്ക് കഴിഞ്ഞ് ഗ്ലാസ് കൈ വെക്കുമ്പോഴാ ഒരു സദ്യന്റെ ഓർഡർ കിട്ടിയത്. വയ്യെങ്കിൽ ഏറ്റു. 4 ചില്ലാനം കിട്ടുന്ന കാര്യല്ലേ? അന്നെ കണ്ടു നന്നായി രമേശ. ആ കാര്യസ്ഥൻ രാഘവൻ എന്നെ അന്വേഷിച്ചിരുന്നു. ഇവനെയോ? കാര്യസ്ഥന് പ്രാന്ത? അല്ല ഇതെന്തപ്പ ചക്രവൂരി പറഞ്ഞ്? 5 കാശിന്റെ ചക്രം ഈ വീട്ടിലേക്കില്ല. എന്നാ പിന്നെ ഈ ചക്രമെങ്കിലും ആയിക്കോട്ടെ. കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുക. നമ്മുടെ മുതല് നമ്മളല്ലേ സൂക്ഷിക്കണം. അത് വേണം. കക്കാൻ പറ്റിയ ഒരു സാധനം. തൂക്കി വിറ്റ അതിന് തുരുമ്പിന്റെ വില പോലും കിട്ടില്ല. സൈക്കിളിന് ചീത്തപ്പൻ ഉണ്ടാക്കാൻ കൊണ്ട് നടക്കുക പ്രമാണി. ഓൻ കേക്കണ്ട. ഇയാള് പോ. ഇത് പരത്തി പരത്തി എന്റെ ജീവിതം പരന്നു എന്നല്ലാണ്ട് വേറൊന്നും ബാക്കിയില്ല. പതത്താൻ ഞാനില്ലേ വതെ? നീ പോടാ. ഞാൻ ഇവിടുത്തെ ഒരു പ്രമാണിയുടെ കാര്യം പറഞ്ഞതാ. കുലത്തൊഴിൽ പഠിച്ചാ മോശല്ലേ? പാന്റ് ഷർട്ട് ഇട്ട് ഇങ്ങനെ വെറുതെ നടക്കാൻ പറ്റില്ലല്ലോ. മൂട് ഒന്നും മിണ്ടണ്ട, അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഉണ്ടാക്കി വെച്ച ഓർഡർ എത്തിക്കാൻ പറ്റുമോ നിന്റെ പ്രമാണിയോടൊന്ന് ചോദിച്ചു നോക്കടി. പറ്റുമോ നിനക്ക്? കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു. ജന്മാന്തര പുണ്യം. 10 കെട്ട് പപ്പടം നമ്മുടെ അമ്മണിയെടുത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ? അമ്മണി അമ്മയ്ക്ക് 10 കെട്ട് വേണത്രേ. അവര് 2 കെട്ടിയതല്ലേ, ഇനി 8 കെട്ട് വേണോ? 10 കെട്ട് പപ്പടത്തിന്റെ കാര്യ പറഞ്ഞത്. ഓ അങ്ങനെ. എവിടുന്ന് വന്നൂടി നിനക്ക് പുതിയൊരു ബോധോദയം? മാനത്ത് പൊട്ടി വീണതാ. തലക്കാലം 10 കെട്ടെങ്കിൽ എത്തിച്ചാ മതി കേട്ടോ. അത് നിന്റെ പ്രമാണിയോട് പറഞ്ഞേപ്പിച്ചാ മതി. അനുസരിക്കോ ആവോ. അമ്പലക്കുളം അശുദ്ധമാക്കിന്ന് കേട്ട് വെള്ളം പറ്റിക്കത്രേ. അത് നീ തന്നെ ആയിരിക്കും. പച്ചോന്ന് നിന്റെയൊക്കെ തന്ത കീടങ്ങളെ. പരീക്ഷ കഴിഞ്ഞ് സ്കൂള് പൂട്ടിട്ടുണ്ടാവും. ഇനി 2 മാസം സ്വൈര്യം ഉണ്ടാവില്ല ഇവറ്റകളെ കൊണ്ട്. അതെന്താ? സകല കുളത്തിൽ ഇവന്മാരുടെ താണ്ടവ നിർത്തുമായിരിക്കൂലേ? അതിനവര് വെള്ളത്തിലല്ലേ താണ്ടവാണ്. നമ്മുടെ സ്ഥാനം കരയിൽ പൊന്തയ്ക്കുള്ളിലല്ലേ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതിനൊക്കെ അല്പം മാനസിക വളർച്ച വേണം. അത് നിനക്കില്ല. വണ്ടി ഇവിടെ നിർത്തടോ. വണ്ടി സ്റ്റാൻഡിൽ അടുത്തിരിയടോ. താൻ ഈ വാൽച്ചാനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഏതാണ് ചങ്ങായി? ചങ്ങായ കാമസൂത്ര എഴുതിയ ആളാണ്ടോ? അതെന്ത് സൂത്രാണ്? ആ സൂത്രമാണ് അറിഞ്ഞിരിക്കേണ്ട സൂത്രം. ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇപ്പൊ എവിടെ ഉണ്ട് ആള്? കറക്റ്റ് അഡ്രസ് എനിക്കറിയില്ല. പക്ഷെ ആ പുസ്തകം വായിച്ചണ്ടല്ല, നിലത്ത് നിക്കില്ലടോ, നിലത്ത്. അതെന്താ? ആ ചെവിയും കടിപ്പിച്ചേ.
ഛേ, അയ്യേ വൃത്തികെട്ടവൻ. എടാ ഒരാണായി ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നീ എന്തൊരു മനുഷ്യനാ. ഞാനൊക്കെ ഉണ്ടല്ലോ, മഞ്ജുള, മാധവി, സുബൈദ, മേരിക്കുഞ്ഞ്, അത് അവിടെ നടന്നില്ല. 5 അതെ. എടാ ജീവിതത്തിൽ ഇതൊക്കെയുടെ രസമുള്ള കാര്യങ്ങള്. സ്വല്പം കള്ളുകൂടി, അല്പം വിഷയം, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ പോട്ടെ. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. നീ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്റെ മനസ്സിൽ? ദാ ഇവിടെ. എന്നാ പ്രേമിക്കണം. പ്രേമിച്ച് പ്രേമിച്ച് അതിന്റെ ഒരു പനി അങ്ങോട്ട് കേറണം. എന്റെ പൊന്നെ, ഈ ഭൂലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിലാ. പിന്നെ നീ പ്രേമിച്ചിട്ടുണ്ടാ? മൂന്നെണ്ണ. ഇപ്പൊ 3 അവിടെ ഉണ്ട്. അവരൊക്കെ ഓരോ വീട്ടിൽ നല്ല സമ്പൽ സമൃദ്ധമായി ഓരോ കുട്ടികളായി ജീവിക്കുന്നു. അപ്പൊ നീ 3 പേർക്ക് വീടും വെച്ചു കൊടുത്താ? ഞാനെന്തിന് വീട് വെച്ചു കൊടുക്കണം? അവർക്ക് അവരുടെ ഭർത്താക്കന്മാരല്ലേ വീട് വെച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നീ പ്രേമിച്ചു എന്ന് പറഞ്ഞത്? പ്രേമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവരൊക്കെ കല്യാണം കഴിഞ്ഞവരാണെന്നും ഓരോരോ കുട്ടികളുണ്ടെന്നും. ഗോവിന്ദേട്ടാ, അത് പപ്പടം തന്നെയാണ്. എന്താ നിന്റെ ഉദ്ദേശം? മാസം 1 ബാക്കിയുള്ളോ നേരാൻ വേണം കക്കൂസി പോകാൻ വയ്യാണ്ട് ബുദ്ധിമുട്ടണു. അതെന്ത് പറ്റി ഗോവിന്ദേട്ടാ? അപ്പൊ നിങ്ങൾ ഡോക്ടറെ ഒന്നും കണ്ടില്ലേ? ഡോക്ടറെ എന്തിനു കാണണം? ഇവൻ ഒറ്റ ഒരുത്തനാണ് ഉത്തരവാദി. അപ്പൊ നിങ്ങൾ ഇവനെ പോലെ കുളത്തിന്റെ പക്കത്താണോ തൂറായിരിക്കണേ? അയ്യേ, ഞാൻ ഇവന്റെ ടൈപ്പ് ഒന്നും അല്ല. പിന്നെ നീ വല്ല മരുന്നും കലക്കി കൊടുത്തോ ഗോവിന്ദേട്ടന്? മരുന്നും മന്ത്രമൊന്നും അല്ല. നീ കേക്ക് രമേശ, കക്കൂസിന്റെ ചോരടിഞ്ഞ് വീണത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 എന്റെ അമ്മേ, നീ എന്ത് പണിയുടെ കാണിച്ച? ഇപ്പൊ ഈ പണിയായിട്ട് ഞാനല്ലട്ടാ, ഗോവിന്ദേട്ടനാ. മോൻ കണ്ടറിയാതാ എന്ന് പറഞ്ഞ വയറാകെ സ്തംഭിച്ചിരിക്കുക. അതറിയാനുണ്ട്. നിനക്ക് ശരിയാക്കി തരാൻ പറ്റൂല. അതിന് ഗോവിന്ദേട്ടൻ ഒന്ന് വയറിളിക്കാൻ മതി, പിന്നെ ഗ്യാസിന് ശല്യം ഉണ്ടാവില്ല. എടാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. കക്കൂസിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഇനി ഒരു അവധി ഞാൻ പറയുന്നില്ല. ഉറപ്പായിട്ടും താമസിയാതെ ശരിയാക്കി കളയാം. ശരിയാക്കി കളയൊന്നും അല്ല, ശരിയാക്കാം. എന്ന് തിങ്കളാഴ്ച ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. ഒരു പാക്കറ്റ് സിഗരറ്റ്, ഒരു തീപ്പെട്ടിങ് എടുത്തോ. വിൽസ് വേണ്ട, വില കൂടുതലാ. ഒന്ന് സഹായിക്കട്ടെ രമേശ. പൈസ കക്കൂസിന്റെ പറ്റിലിരിക്കും. ഞാൻ ശരിയാക്കുമല്ലോ എപ്പോഴാണെങ്കിലും. ചുമ്മാ നല്ലടാ നിന്നെ പച്ചോന്തേന്ന് വിളിക്കണേ. എന്താ നിന്റെ പേര്? എന്താ എന്റെ പേര്? രമേശ്. രമേശിന്റെ പേരാണ്. എന്റെ പേരെടുക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. വേണ്ട വേണ്ട, കൂടുതലൊന്നും ആലോചിക്കണ്ട. പച്ചോന്തേന്ന് എഴുതിക്കോളാം. ഇതൊക്കെ വാങ്ങിയിട്ട് നീ കക്കൂസ് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടോ? അത് ഞങ്ങൾ നമ്മൾ ചെയ്തോളാം. അമ്നിയമ്മ എവിടെ പോയി ഗോവിന്ദേട്ടാ? അമ്നിയമ്മ അവള് നമ്മുടെ അന്തർമോലാളുടെ ബംഗ്ലാവ് വരെ പോയിരിക്കുക. അത് വിലക്ക് വാങ്ങിയ ഉടമസ്ഥൻ വരുന്നുണ്ട് അത്ര അടുത്ത മാസം. അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടി ആ കാര്യസ്ഥൻ രാമൻ വന്ന് വിളിച്ച് അങ്ങോട്ട് പോയതാ.